ഒരുപക്ഷെ EMS-ന്റെയും നായനാരുടെയും ഒക്കെ വിലാപയാത്രയ്ക്ക് സമാനമായ ഒന്നിന് കേരളം സാക്ഷ്യം വഹിക്കാൻ പോവുകയാണെന്ന് തോന്നുന്നു. EMS-ന്റെ കാര്യത്തിൽ EMS-ന്റെ ദേഹവിയോഗം ഉണ്ടാകുന്നു. EMS മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ മറ്റ് സംസ്കാര ചടങ്ങുകളൊക്കെ തിരുവനന്തപുരത്ത് തന്നെയാണ് നടന്നത്. അന്ന് അഭിലാഷിന് അറിയാമല്ലോ, അപ്പം AB വാജ്പേയി സർക്കാർ അധികാരത്തിലേറിയ ദിവസമായിരുന്നു അന്ന് രാജ്യത്ത് BJP സർക്കാർ വരുന്നു. അന്ന് ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി LK അദ്വാനി തിരുവനന്തപുരത്തേക്ക് വരുന്നു. അന്ന് തിരുവനന്തപുരത്ത് വൈദ്യുതി ശ്മശാനത്തിലാണ് EMS-ന്റെ മറ്റ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. അതുകൊണ്ട് ഇത്രയും വലിയ ഒരു വിലാപയാത്ര എന്ന് പറയുന്നത് ഉണ്ടായില്ല. പക്ഷേ EK നായനാരുടെ കാര്യത്തിലാണ് അങ്ങനെ കേരളം കണ്ട ഏറ്റവും വലിയ ഒരറ്റം മുതൽ ഒരറ്റം വരെയുള്ള വലിയ വിലാപയാത്ര ഉണ്ടായത്. അതിനുശേഷം ഇപ്പോൾ കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിലൊക്കെ അതുപോലെ ഇത് ആലപ്പുഴ വരെ ആണെങ്കിലും വലിയ രീതിയിലുള്ള പാർട്ടി പ്രവർത്തകരുടെ, പൊതുജനങ്ങളുടെ, VS-നെ സ്നേഹിച്ചിരുന്ന മനുഷ്യന്മാരുടെ വലിയ രീതിയിലുള്ള ഒരു ആദരം നാളെ നമുക്ക് കാണാൻ കഴിയും എന്നാണ് പ്രതീക്ഷ. VS-ന് തലസ്ഥാനം വിട നൽകാൻ ഒരുങ്ങുകയാണ്. പാർട്ടി പ്രവർത്തകരും നേതാക്കളുമൊക്കെ ഈ AKG സെന്ററിൽ തന്നെ ഉണ്ട്. AKG സെന്ററിന്റെ പരിസരത്ത് തന്നെ ഉണ്ട്. വൈകുന്നേരം ഇവിടേക്ക് കൊണ്ടുവന്ന സമയം മുതൽ അണമുറിയാത്ത ജനപ്രവാഹമാണ്. ഇപ്പോഴും ഒരുപാട് ആളുകൾ VS-നെ ഒരു നോക്ക് കാണാൻ വേണ്ടി AKG സെന്റർ പരിസരത്ത് തടിച്ചുകൂടിയിട്ടുണ്ട്. അതുകൊണ്ട് നാളെ വിലാപയാത്രയുടെ സമയക്രമവും മറ്റുമൊക്കെ ഉദ്ദേശിച്ചതുപോലെ ആവാൻ സാധ്യതയില്ല എന്നുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. VS എന്തായിരുന്നു കേരളത്തിൽ എന്ന് വിളിച്ചു പറയുന്നുണ്ട്. ഇവിടെ നിന്ന് കാണുന്ന ഓരോ ദൃശ്യങ്ങളും അത്രമേൽ ഹൃദയത്തോട് ചേർത്ത് വെച്ച് VS അച്യുതാനന്ദനെ സ്നേഹിക്കുകയാണ് തിരുവനന്തപുരംകാർ. ഇപ്പോൾ തിരുവനന്തപുരം നഗരവാസികൾ മാത്രമാണുള്ളതെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ നാളെ ആകുമ്പോഴേക്ക് മറ്റ് വടക്കൻ ജില്ലകളിൽ നിന്ന് അടക്കമുള്ള ആളുകൾ VS-ന് അന്തിമോപചാരം അർപ്പിക്കാൻ ഇതിനോടകം തന്നെ ട്രെയിനുകളിലും മറ്റും കയറിയിരിക്കും. അങ്ങനെ ഒരു വലിയ ജനസഞ്ചയം VS അച്യുതാനന്ദനെ യാത്രയേക്കാൻ ഒരുങ്ങുകയാണ്. ഇവിടെ രാജീവ്, VS-നെ സംബന്ധിച്ച് VS നമുക്കറിയാം കഴിഞ്ഞ ഒരു 5 വർഷമായി പൊതുരംഗത്ത് സജീവമായിട്ടില്ല. നേരത്തെ VK പ്രശാന്ത് പറഞ്ഞതുപോലെ വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പിൽ നടത്തിയ പ്രസംഗമാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസംഗം എന്ന നിലയിലെ അവസാന പ്രസംഗം. ശരിക്കും കഴിഞ്ഞ 5 വർഷമായി നമ്മുടെ പൊതുരംഗത്ത് ഒരു തവണ പോലും പ്രത്യക്ഷപ്പെടാത്ത ഒരാളെ കാണാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് യാത്ര അയക്കാൻ ഇപ്പോഴും ഈ അണമുറിയാത്ത ജനപ്രവാഹം വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം? VS കേരളത്തിന്, മലയാളിക്ക് എന്തായിരുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈ AKG പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഈ ഭാഗത്ത് മാത്രമാണ് ആളുകളില്ലാത്തത്. അവിടെ AKG അതിൻ്റെ അപ്പുറത്തേക്ക് പാളയം, അതിനപ്പുറത്തേക്ക് നീളുന്ന രീതിയിൽ ആളുകൾ VS-ന് അന്തിമ ഉപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി ജനങ്ങൾ കാത്തു നിൽക്കുന്നുണ്ട്. പുഷ്പഹാരവുമായിട്ട് അതല്ലെങ്കിൽ റീത്തുമൊക്കെ ആയിട്ട് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള വലിയ ഒരു ജനക്കൂട്ടമാണ് ഇവിടെ ഉള്ളത്. ഈ രാത്രി ഈ സമയത്തും ഇനി ഇവിടെ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷം നാളെ സർക്കാരിൻ്റെ സെക്രട്ടേറിയറ്റിൽ ദർബാർ ഹാളിൽ പൊതുദർശനം ഉണ്ടാകും. അവിടെയും ഒക്കെയും തന്നെയും ഇത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അത് VS-ന് നാട്ടുകാരുമായിട്ട് പണ്ട് ഈ VS ഏറ്റവും പ്രത്യേകിച്ചും 2001 മുതൽ 2006 വരെ പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് രാഷ്ട്രീയമുള്ളവരും ഇല്ലാത്തവരുമെല്ലാം ഏതൊരു പ്രശ്നമുണ്ടായാലും VS അച്യുതാനന്ദൻ അതിനകത്ത് എന്ത് പറഞ്ഞു എന്നുള്ളത് ശ്രദ്ധയോടെ കാതോർക്കുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞോ അതിനെക്കുറിച്ച്, ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച് VS അച്യുതാനന്ദൻ്റെ അഭിപ്രായം എന്താണ് എന്ന് കാതോർത്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അത്തരത്തിൽ VS-ന് ജനങ്ങളുടെ ഒരു വലിയ സ്വാധീനമുണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അത് നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളെന്നുള്ളതിൽ നമ്മൾ 90-കൾ എടുത്താൽ 90-കളിലെ VS അച്യുതാനന്ദൻ കർക്കശക്കാരനായ ഒരു വ്യക്തിയായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം അത്ര സോഫ്റ്റ് ആയിരുന്നില്ല. എന്നാൽ നമുക്കറിയാം ആ കാലഘട്ടത്തിൽ തന്നെ VS-നെ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ശാഠ്യങ്ങളുടെ പേരിൽ, ഇപ്പോൾ വെട്ടിനിരത്തിലാവട്ടെ, അതിപ്പോൾ പാർട്ടിയിലെ വെട്ടിനിരത്തിലും അതിൽ ഉൾക്കൊള്ളും, പ്രത്യേകിച്ച് പാലക്കാട് സമ്മേളനം അടക്കമുള്ള സംഭവ വികാസങ്ങളിലൊക്കെ. അതിനുശേഷം VS ഒരു ജനകീയ നേതാവ് എന്നുള്ള നിലയിൽ പാർട്ടിക്ക് അതീതമായ പ്രതിച്ഛായ നേടുന്നത് 2001 മുതലുള്ള ഘട്ടത്തിലാണ്. VS 2001 മുതൽ, അതായത് ഒരു പുതിയ പ്രത്യേകിച്ച് ടെലിവിഷൻ കാലം എന്നുള്ളത് കൃത്യമായി ഉൾക്കൊണ്ടു. വളരെ അപ് ടു ഡേറ്റ് ആവാൻ VS-ന് കഴിഞ്ഞു. എങ്ങനെയൊക്കെയാണ് അത് താങ്കൾ അത് നേരിട്ട് കണ്ട ഒരാൾ അല്ലെങ്കിൽ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയിൽ വിലയിരുത്തുക? ഇപ്പോൾ അഭിലാഷ് പറഞ്ഞതുപോലെ ടെലിവിഷൻ കാലമായപ്പോഴേക്കും അതിനനുസരിച്ചും ആളുകളുടെ ഓരോ ആളുകൾ എന്ത് പ്രതീക്ഷിക്കുന്നു എന്നുള്ളത് അതിനനുസരിച്ച് മാറാനൊക്കെ VS-ന് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അതിന് ഏതെങ്കിലും പ്രത്യയശാസ്ത്ര കടുംപിടുത്തമോ അല്ലെങ്കിൽ ജീവിതത്തെ ഏതെങ്കിലും ചിട്ടകളോ ഒന്നും VS അച്യുതാനന്ദന് തടസ്സമായില്ല. ഇപ്പോൾ ഇത്ര സജീവമായ ഈ സോഷ്യൽ മീഡിയ കാലത്ത് VS അച്യുതാനന്ദൻ സജീവമായിരുന്നെങ്കിൽ സോഷ്യൽ മീഡിയയ്ക്ക് അനുസൃതമായി പോലും VS അച്യുതാനന്ദൻ മാറുമായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ഈ മുല്ലപ്പെരിയാർ പ്രശ്നത്തിന്റെ സങ്കീർണതകൾ, അതല്ലെങ്കിൽ ലോട്ടറി പ്രശ്നം, അന്യസംസ്ഥാന ലോട്ടറി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ,
അതുമല്ലെങ്കിൽ സ്വതന്ത്ര സോഫ്റ്റ്വെയറിനെ കുറിച്ച് ഇതൊക്കെ VS അച്യുതാനന്ദൻ വളരെ അതായത് കൂടുതൽ മനസ്സർപ്പിച്ച് അതിൻ്റെ ഓരോ വിശദാംശങ്ങളും പഠിച്ച് കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതിന് VSനുണ്ടായിരുന്ന കഴിവ് മറ്റൊരു നേതാക്കൾക്കും ഉണ്ടായിരുന്നുള്ളതല്ല. ഇപ്പോൾ അന്യസംസ്ഥാന ലോട്ടറികളുമായി ബന്ധപ്പെട്ട് നേരത്തെ സുരേഷ് കുമാർ സംസാരിച്ചപ്പോൾ 1.5 മണിക്കൂർ നേരം സുരേഷ് കുമാറുമായിട്ട് VS സംസാരിച്ച കാര്യം അദ്ദേഹം ഓർക്കുകയാണ്. അന്ന് അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. അന്യസംസ്ഥാന ലോട്ടറി മാഫിയയുടെ കേരളത്തിലെ വലിയ ആ ഒരു തേർവാഴ്ച അവസാനിപ്പിച്ചത് VS അച്യുതാനന്ദന്റെ കാലത്താണ്. ഇപ്പോൾ